എടുത്തു വെച്ച പാല് പോലും കുടിക്കാതെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇപ്പോഴും ആ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടിന്റെ കാര്യം തന്നെ ആലോചിച്ചിരിക്കുവാണോ? പിന്നല്ലാതെ ഞാൻ വേറെന്താ ആലോചിക്കാന്? കണക്കൂട്ടലെല്ലാം പഴച്ചില്ലേ, പ്രതീക്ഷയുടെ വാതിലുകൾ അടഞ്ഞില്ലേ. സത്യം പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നും ഒരു പിടുത്തുമില്ല. സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടതാ. ഇനിയൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും കരുതിയതാ. ഒറ്റയടിക്കത് നടക്കില്ല എന്നറിഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതാ ഞാൻ നിന്നോട് പോലും ദേഷ്യപ്പെട്ടത്. സോറി നിധി. സോറിയോ? എന്നോടോ? എന്റെ ഗൗതം എന്നെ വഴക്ക് പറഞ്ഞു എന്ന് കരുതി എനിക്കെന്തെങ്കിലും കുറവ് സംഭവിച്ചു പോവോ? എന്റെ ഭർത്താവിന്റെ ടെൻഷൻ മാറാനായി എന്നെ 2 വഴക്ക് പറയേണ്ടി വന്നാ ഞാനത് കേട്ടോണ്ട് നിൽക്കും. വിട്ടുകാണാ. തെറ്റെന്റെ ഭാഗത്താ. ആ ശിവാനിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ച് അവളെ ഈശ്വരമംഗലത്തുനിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് നീ പോയപ്പോഴൊക്കെ ഞാനാ തടസ്സം നിന്നത്. ഇപ്പൊ അവള് എനിക്ക് തന്നെ വിനയായിട്ട് മാറി. ഞാൻ വെറുതെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ലല്ലോ ഗൗതം. ശിവാനി ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ പ്രഗ്നൻസി ഫേക്ക് ആണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു പെണ്ണിന്റെ കള്ളത്തരം തെളിയിക്കുന്നതിലുള്ള സന്തോഷമൊന്നുമല്ല. പക്ഷെ അവള് തകർക്കുന്നത് പലരുടെയും ജീവിതമാണ്, കുടുംബങ്ങളാണ്. ഇപ്പൊ പ്രണവിന്റെ മുൻപിൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനായി അവൾ ഉപയോഗിക്കുന്ന കവചം അവള് പ്രഗ്നന്റ് ആണെന്നുള്ള നാടകമാണ്. ഗൗതം മാത്രമല്ലല്ലോ, അമ്മയും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു വഴി ആലോചിച്ച് കണ്ടുപിടിച്ച് നമുക്ക് ആ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് വാങ്ങിയെടുക്കണം. എന്ത് വഴി? 2 കോടി രൂപ കൈക്കൂലി കിട്ടിയാലേ റിപ്പോർട്ട് തരാൻ പറ്റുന്നല്ലേ ആ വൃത്തികെട്ടവൻ പറയുന്നത്. 2 കോടി രൂപയൊക്കെ കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ ഗൗതം?